الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم إن الله يحب التوابين ويحب المتطهرين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വൃത്തിയെ സംബന്ധിച്ചും ശുദ്ധിയെ സംബന്ധിച്ചുമൊക്കെ വളരെ ഗൗരവത്തിൽ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്ന മതമാണ്, ദർശനമാണ് ഇസ്ലാം. വൃത്തിയെ സംബന്ധിച്ച് ഖുർആനും ഹദീസുമൊക്കെ പറയുന്ന വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ഇബാദത്തുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സ്വഹാബിമാരെ ആദ്യമായി പഠിപ്പിച്ചത് ചില സ്വഭാവ മൂല്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് വൃത്തിയും ശുദ്ധിയുമൊക്കെ. നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വചനങ്ങൾ ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ അവതരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങളൊന്നും തന്നെ ആ സന്ദർഭത്തിൽ അവതരിച്ചിരുന്നില്ല. ചില ഉദാഹരണങ്ങൾ പറയാം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാർ, അവരോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അതിൽപ്പെട്ട ഒരു ഉദാഹരണം, അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലൗലാ അൻ അശുഖ്ഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാത്ത്. ലൗലാ അൻ അശുഖ്ഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല എങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, മിസ്വാക്ക് ചെയ്യാനായിട്ട് അഥവാ ദന്തശുദ്ധി വരുത്താനായിട്ട് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ഇൻദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഊന്നി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ സമുദായത്തിന് പ്രയാസകരം ആകുമായിരുന്നില്ല എങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നത്. ഇത് രണ്ടിനെയും നമ്മൾ ചേർത്ത് വച്ച് പഠിക്കേണ്ടതാണ്. പ്രയാസകരം അല്ല എങ്കിലോ, എൻ്റെ ഉമ്മത്തിന് അഥവാ വ്യക്തിപരമായിട്ട് എനിക്ക്, എൻ്റെ കുടുംബത്തിന് ഇതൊരു പ്രയാസം അല്ല എങ്കിലോ റസൂലിൻ്റെ കൽപ്പനയായിട്ട് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ദന്തശുദ്ധി വരുത്തൽ 5 നേരവും. ഈ ഒരൊറ്റ പ്രവാചക വചനം മതി ശുദ്ധിയെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആൻ ആറ്റിക്കുറുക്കിയെടുക്കുമ്പോൾ 3 തരം വൃത്തിയെ സംബന്ധിച്ച്, ശുദ്ധിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞാനിവിടെ ഓതിവച്ച ആയത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ ഖദ് അഫ്ലഹ മൻ സക്കാഹ വ ഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ആയത്തുകളൊക്കെ ചേർത്ത് വച്ച് പരിശോധിക്കുമ്പോൾ 3 തരം ശുദ്ധിയെ സംബന്ധിച്ചാണ് ഗൗരവത്തിൽ അള്ളാഹു പറയുന്നത്. ഒന്നാമത്തേത് ബാഹ്യ ശുദ്ധിയാണ്. രണ്ടാമത്തേത് ആന്തരിക ശുദ്ധിയാണ്. മൂന്നാമത്തേത് ആത്മാവിൻ്റെ വിശുദ്ധിയാണ്. ഈ 3 വൃത്തിയുള്ളവരെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന. തൗബ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആന്തരികമായ ഒരു ശുദ്ധിയാണ്. ആന്തരിക ശുദ്ധിയുള്ളവരെ അഥവാ ഹൃദയം ശുദ്ധീകരിച്ചവരെ അള്ളാഹു സ്നേഹിക്കുന്നു, ഏറെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ വയുഹിബ്ബുൽ മുതതഹിരീൻ. തഹൂർ എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായ ശുദ്ധിയാണ്. ബാഹ്യമായ ശുദ്ധി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ശരീരം, വസ്ത്രം, ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെയാണ്. അതേപോലെ ആത്മാവിൻ്റെ ശുദ്ധി എന്നുകൂടി അള്ളാഹു പറയുന്നുണ്ട്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. ഏതിനെയാണ്? ആത്മാവിനെ. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത്, ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുന്നത്
വൃത്തിയിലൂടെ, ശുദ്ധിയിലൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ ബാഹ്യമായ ശുദ്ധിയെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ തന്നെയും ഉണർത്തൽ ആവശ്യമാണ്. ബാഹ്യമായ ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ശരീരമാണ്. ശരീരത്തിൻ്റെ ബാഹ്യമായ ആ ഘടനയിൽ വരുത്തേണ്ട സൗന്ദര്യമാണ്, വൃത്തിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്നെ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തിയാണ്. എൻ്റെ വീടകം എത്രത്തോളം വൃത്തിയായിരിക്കണം, ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എത്രത്തോളം വൃത്തിയായിരിക്കണം, ഞാൻ ഇടപെടുന്ന മേഖലകൾ എത്രത്തോളം വൃത്തിയായിരിക്കണം. ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധ്യമല്ല. നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതിനും കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, തിർമിദി ഉദ്ധരിച്ച ഒരു വചനം ഇപ്രകാരമാണ്: ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു വിശുദ്ധിയുള്ളവനാണ്. യുഹിബ്ബു ത്വയ്യിബ, വിശുദ്ധിയുള്ളവരെ അല്ലാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ നളീഫ്, അല്ലാഹു വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, വൃത്തിയെ അല്ലാഹു സ്നേഹിക്കുന്നു. ഇന്നല്ലാഹ കരീം, തീർച്ചയായും അല്ലാഹു മാന്യനാണ്. യുഹിബ്ബുൽ അക്രം, മാന്യതയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജവാദുൻ, തീർച്ചയായും അല്ലാഹു ഔദാര്യമുള്ളവനാണ്, ഏറെ ഔദാര്യം ചെയ്യുന്നവനാണ്. യുഹിബ്ബുൽ ജൂദ, ഔദാര്യത്തെ അല്ലാഹു ഏറെ സ്നേഹിക്കുന്നു. ഫനളിഫു, അതിനാൽ നിങ്ങൾ വൃത്തിയാക്കി വയ്ക്കുക. അഫ്നിയതകും, നിങ്ങളുടെ വീടകങ്ങൾ. എത്ര വ്യക്തമായിട്ടും കൃത്യമായിട്ടുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറഞ്ഞത്. ഈ ഒരു ഉപദേശം പറയുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഉദാഹരിക്കുന്നു. അള്ളാഹു ആരാണ്? ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ്? നളീഫാണ്, അക്രമാണ്, ജൂദാണ്, ത്വയ്യിബാണ്. ആ അള്ളാഹു എങ്ങനെയാണോ അതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളും ആയിത്തീരേണ്ടതുണ്ട്, വൃത്തിയുടെ കാര്യത്തിൽ, ശുദ്ധിയുടെ കാര്യത്തിൽ. അപ്പൊ അള്ളാഹുവിനെ വളരെ മനോഹരമായി ഉദാഹരിച്ച ശേഷമാണ് നിങ്ങളുടെ വീടകങ്ങൾ, നിങ്ങളുടെ വീടും പരിസരവും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടപ്പോൾ, അർത്ഥം മനസ്സിലായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൂടി കതകടച്ച് വളരെ ദുഃഖിതനായി ഇരിക്കാൻ തുടങ്ങി. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഡംബ് കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന അഹങ്കാരികളായ ആരെയും അള്ളാഹു സ്നേഹിക്കുകയില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ പ്രയാസപ്പെട്ട് വീടടച്ച് വീടിന്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കുന്നവൻ ആയിരുന്നു, അദ്ദേഹം നല്ല ചെരുപ്പ് ധരിക്കുന്നവൻ ആയിരുന്നു, കുറച്ചൊക്കെ മാന്യമായിട്ട് അന്തസ്സോടെ വൃത്തിയോടെ നടക്കുന്നവൻ ആയിരുന്നു. എല്ലാം വൃത്തിയോടെ ഇരിക്കണം, വീട് നല്ല വൃത്തിയാവണം, ശുദ്ധിയാവണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെ ചെയ്യുന്നവനുമായിരുന്നു. ഇതിന്റെ അർത്ഥം കേട്ടപ്പോൾ അതൊക്കെ അഹങ്കാരത്തിന്റെ ഭാഗമാണോ, അതൊക്കെ കിബറാണോ എന്ന് അദ്ദേഹം പേടിച്ചുപോയി. അങ്ങനെയാണ് വീടടച്ച് കതകടച്ച് ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ വിട്ടു, അന്വേഷിച്ചു. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവനല്ല. കിബർ എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതല്ല. ഇന്നല്ലാഹ ജമീൽ, തീർച്ചയായും അല്ലാഹു സുന്ദരനാണ്. യുഹിബ്ബുൽ ജമാൽ, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, തൻ്റെ ശരീരത്തിന് ഇണങ്ങിയ അന്തസ്സുള്ള പ്രൗഢിയുള്ള വസ്ത്രം ധരിക്കണം, അന്തസ്സോടെ ജീവിക്കണം.
അതൊന്നും കിബറിന്റെ ഭാഗമല്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ വൃത്തിയോടെ നടക്കുക, തൻ്റെ ശരീരത്തെ, അള്ളാഹു തന്ന സൗന്ദര്യത്തെ വളരെ വൃത്തിയോടെ വെടിപ്പോടെ കൊണ്ട് നടക്കുക എന്നത് ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസിയുടെ അടയാളമാണ്. 5 നേരത്തെ നമസ്കാരം പോലെ തന്നെ ഒരു വിശ്വാസിയുടെ അടയാളമാണ് വൃത്തിയും വെടിപ്പുമെന്ന് നമുക്ക് ഈ പ്രവാചക വചനങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രവാചക വചനമുണ്ട്. വിശ്വാസത്തിന്, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഒരു ശാഖയാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ എടുത്തുമാറ്റൽ. നടക്കുന്ന വഴിയിലേക്ക് ഉപദ്രവങ്ങൾ ഇടുക എന്നതോ ഈ പ്രവാചക വചനവുമായി ഒന്ന് ബന്ധപ്പെടുത്തിയിട്ട് ആലോചിക്കുക. റസൂൽ എന്താണ് പറഞ്ഞത്? ഒരു പൂച്ചയെ കെട്ടിയിട്ട നന്നായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് നരകത്തിലാണ്. ഇത് റസൂലിന്റെ ഒരു വചനമാണ്. അപ്പൊ ഈ ഹദീസിന്റെ ആശയം എന്താണ്? ഒരുപാട് നല്ല പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് റസൂൽ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഒരു പക്ഷേ നടന്ന സംഭവം അല്ല, സ്വഹാബിമാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതോടെ ആ സ്ത്രീ നരകത്തിന് അർഹയായിട്ട് മാറുന്നു. എന്തുകൊണ്ട്? ആ ഒരു പ്രവൃത്തി മൂലം അവൾ ചെയ്ത മുഴുവൻ നന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളഞ്ഞു. അവൾ ചെയ്തു കൂട്ടിയ മുഴുവൻ സൽക്കർമ്മങ്ങളും ഈ ഒരു പ്രവൃത്തി മൂലം ഇല്ലാതായി മാറി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇല്ലാതായി മാറാൻ പാടില്ല നമ്മുടെ പ്രവൃത്തി മൂലം. ഒരു പക്ഷേ ഒരു പ്രവൃത്തി മതി. വഴിയിലേക്ക് ഉപദ്രവത്തെ ഇടുക, വേസ്റ്റ് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ വലിച്ചെറിയുക, ഒരു പക്ഷേ ആ ഒരു പ്രവൃത്തി മതി നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഇല്ലാതാകാൻ. ഈ ഹദീസുകളെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടും. ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ വീടിൻ്റെ അകം വൃത്തിയുള്ളതല്ല, അടക്കും ചിട്ടയുമില്ല. അയാളാകട്ടെ പരിസരത്തേക്ക് അഴുക്കുകൾ വലിച്ചെറിയുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്നു, മറ്റുള്ള മനുഷ്യരൊക്കെ അയാളെ ശപിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയേക്കാം. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളെ കരുതിയിരിക്കണം എന്ന് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വീടകം വൃത്തിയുള്ളതാകണം, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വൃത്തിയുള്ളതാകണം, ഞാൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയൊക്കെ വൃത്തിയുള്ള, ശുദ്ധിയുള്ള ഒരു പരിസരത്തെ ഞാൻ സൃഷ്ടിക്കണം. എൻ്റേതായ എന്തൊക്കെയുണ്ടോ അതൊക്കെ വൃത്തിയും വെടിപ്പുമുള്ളതാകണം. ഞാൻ പങ്കെടുക്കുന്ന ആഘോഷങ്ങൾ, ഞാൻ പങ്കെടുക്കുന്ന വിവാഹ സദസ്സുകൾ, എവിടെ ഞാൻ ചെല്ലുന്നുണ്ടോ, ഞാൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ആരാണ്? മുസ്ലിമാണ്. ആ ബോധം എനിക്ക് വേണം. ഞാനൊരു വിശ്വാസിയാണ്, സത്യവിശ്വാസിയാണ്. സത്യവിശ്വാസിയായതുകൊണ്ട് ഇസ്ലാമിനെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നിലൂടെയാണ് ഇസ്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നത്, എൻ്റെ പ്രവൃത്തി മൂലമാണ് എന്ന ബോധ്യം തീർച്ചയായും നമുക്കുണ്ടായിരിക്കണം. എവിടെ ചെന്നാലും എൻ്റെ ഓരോ കർമ്മങ്ങളും മാതൃകയാവണം. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ജനം ശ്രദ്ധിക്കുന്നു, എന്നിലൂടെ ഞാൻ ഇസ്ലാമിനെ പ്രകാശിപ്പിക്കണം. ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, ഒരു കൊച്ചുകുട്ടി പ്രവാചകന്റെ അടുത്തിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ കുട്ടിയാകട്ടെ 2 കൈകൾ കൊണ്ടിങ്ങനെ വാരിയാണ് കഴിക്കുന്നത്. ആഹാരത്തിന്റെ പല ഭാഗത്ത് നിന്ന് എടുത്തു കഴിക്കുന്നു. കുട്ടികൾ അങ്ങനെയാണ്. ഈ ഒരു ആഹാര രീതിയെ പ്രവാചകൻ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് പറഞ്ഞു, യാ ഗുലാം. ഗുലാം എന്ന അറബി വാക്കിന്റെ അർത്ഥം പൊന്നുമോനെ എന്നാണ്. കണ്ണുരുട്ടിയും പേടിപ്പിച്ചുമല്ല, വളരെ സ്നേഹത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, സമ്മില്ല, നീ ആദ്യം ബിസ്മി ചൊല്ലണം, അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം. കുൽ ബി യമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണം.
വകുൽ മിമ്മ യലീക, നിന്റെ അടുത്ത ഭാഗത്ത് നിന്ന്, മൊത്തത്തിൽ ഇങ്ങനെ കൈയിട്ട് വാരാതെ നിന്റെ തൊട്ടടുത്ത ഭാഗമുണ്ട്, അവിടെ നിന്നാണ് നീ ആഹാരം കഴിക്കേണ്ടത്. ഈ കുട്ടി വലുതായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വഫാത്തായി. എന്നാലും അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ആഹാരം കഴിക്കാനായിട്ട് ഞാൻ എപ്പോഴൊക്കെ ആ പാത്രത്തിന്റെ തളികയുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഈ ഉപദേശം ഇങ്ങനെ എൻ്റെ കാതിൽ വന്ന് അടിക്കുന്ന പോലെ, അലയടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അന്ന് മുതൽ എൻ്റെ ആഹാര രീതിയെ സംസ്കരിച്ചിരുന്നു. നീ കുറച്ചു മാത്രം കഴിക്കുക. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വൃത്തിയുള്ള ഒരു ആഹാരശീലമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തോടായി പറഞ്ഞു, ഫജ്തമിഉ തആമികും യുബാരിക് ലക്കും ഫീ, നിങ്ങൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും വെല്ലുപ്പയും വെല്ലുമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കൂ. അതിൽ ബറക്കത്തുണ്ട്, അതിൽ വർധനവുണ്ട്, അതിൽ അനുഗ്രഹങ്ങളുണ്ട്. ഫജ്തമിഉ തആമികും, ഒരുമിച്ചിരുന്ന്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും കൂടിയിരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിക്കൂ. അങ്ങനെ ഒരു ആഹാര സംസ്കാരത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ കീലു തആമികും യുബാരിക് ലക്കും ഫീ, നിങ്ങൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ അളന്നെടുത്ത് കൃത്യമായി അത് പാചകം ചെയ്യൂ, ഒട്ടും വേസ്റ്റ് ആക്കാതെ. അപ്പോൾ ഇവിടെയൊക്കെ ഇസ്ലാം ഇടപെടുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇടപെടുന്നു. അവിടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. കീലു തആമികും, അളന്നെടുത്ത് ആഹാരം പാചകം ചെയ്യുവിൻ, ഒട്ടും വേസ്റ്റ് ആക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ആഹാരത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. നമ്മൾ ബറക്കത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ട് പടച്ചവൻ നമുക്ക് ബറക്കത്ത് നൽകുന്നില്ല? നമ്മുടെ പ്രവൃത്തി വളരെ മോശമായിരിക്കാം. അപ്പോൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടിയിരുന്ന് ആഹാരം കഴിക്കൂ. നിങ്ങൾ ആഹാരത്തെ അളന്നെടുക്കൂ, വേസ്റ്റ് ആക്കരുത്. അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണിത്. ഒച്ചയും ബഹളവും അട്ടഹാസവും ആഹാരം കഴിക്കുമ്പോൾ പാടില്ല. നിശബ്ദരാകൂ, ശാന്തരാകൂ. കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചെറിയ രൂപത്തിൽ, അത് സാവകാശം, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ സംസാരിക്കൂ എന്നതും പ്രവാചകന്റെ വചനമാണ്. അത് എവിടെയായിരുന്നാലും, അത് വിവാഹത്തിന്റെ സദസ്സിലായിരുന്നാലും, അത് ആഘോഷത്തിന്റെ ഏതെങ്കിലുമൊക്കെ സദസ്സുകൾ അവിടെയായിരുന്നാലും, അത് വീടിന്റെ അകത്തായിരുന്നാലും, ചെറിയ ചെറിയ ആർക്കും പ്രയാസകരമല്ലാത്ത രൂപത്തിൽ അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുക. സന്തോഷത്തോടെ ആഹാരം കഴിക്കൂ. ഒച്ചയും ബഹളവും അട്ടഹാസവും ചിരിയും ഒക്കെ ആയിട്ട് ആഹാരം കഴിക്കുക എന്നത് സത്യനിഷേധികളുടെ സംസ്കാരമാണ്. സത്യവിശ്വാസികളുടെ സംസ്കാരം അങ്ങനെയല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മറ്റാരും നമ്മെ പഠിപ്പിക്കേണ്ടതില്ല. ഇത് പഠിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന ഗൗരവത്തിൽ ഈ വിഷയങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അപ്പൊ വൃത്തിയും വെടിപ്പും അടക്കും ചിട്ടയും ഒക്കെ കുടുംബത്തിൽ തന്നെയാണ്. അവിടെ നിന്നാണ് ഇത് ഉണ്ടാവേണ്ടത്. ഇത് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഒരു കുട്ടി എവിടെ നിന്ന് പഠിക്കണം ഈ ശീലങ്ങളൊക്കെ? അത് തൻ്റെ വീട്ടിൽ നിന്നാണ് ആ കുട്ടി പഠിക്കേണ്ടത്. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു പിതാവിന്റെ ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ മകന് കൊടുക്കേണ്ട, എൻ്റെ മകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താണ്? നമ്മൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കേണ്ട സമ്മാനം ഏതാണ് റസൂലേ എന്ന് റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു പിതാവിന്റെ ചോദ്യമാണ്. ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹല വാലിദുൻ വലദഹു മിൻ നഹലിൻ അഫ്ളലു മിൻ അദബിൻ ഹസൻ. എത്ര വ്യക്തമായിട്ടാണ് റസൂൽ ഈ സംഗതി പറഞ്ഞത്. ഒരു പിതാവ് തൻ്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, പിതാവ് എന്ന് പറയുമ്പോൾ പേരൻസ് അഥവാ മാതാപിതാക്കൾ, തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? മിൻ അദബിൻ ഹസൻ, നല്ല പെരുമാറ്റ ശീലങ്ങൾ അവരെ പഠിപ്പിക്കലാണ്. മതപരമായ പെരുമാറ്റ ശീലങ്ങളുണ്ട്, സാമൂഹികമായ പെരുമാറ്റ ശീലങ്ങളുണ്ട്, അതേപോലെ മറ്റനേകം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ഒരുപാട് പെരുമാറ്റ ശീലങ്ങളുണ്ട്, സംസ്കാരമുണ്ട്. ഈ സംസ്കാരങ്ങൾ മക്കളെ പഠിപ്പിക്കലാണ് പേരൻസ് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വിവാഹത്തിൻ്റെ അവിടെ ചെന്നാൽ അവിടെ എങ്ങനെ പെരുമാറണം,
അതേപോലെ മറ്റ് ബന്ധുവീടുകൾ, അവിടെ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇനി മരണ വീട്ടിൽ ചെന്നാൽ നമ്മുടെ മക്കൾക്ക് അതെല്ലാം അറിയുമോ? ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ഒരു മരണ വീട്, അവിടെ ചെന്നാൽ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത്? മക്കളെയും കൈപിടിച്ചുകൊണ്ട് മരണ വീട്ടിൽ ആരൊക്കെ പോകാറുണ്ട്? മക്കളെ കൈപിടിച്ചുകൊണ്ട് കല്യാണ വീടുകളിൽ നമ്മളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. പക്ഷേ കല്യാണ വീടുകളിൽ ഏത് രൂപത്തിലാണ് പെരുമാറേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കാറില്ല. ആഘോഷത്തിന്റെ അനേകം വേദികളിൽ മക്കളെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇസ്ലാമികമായ കൾച്ചർ എന്താണെന്ന് മക്കളെ പഠിപ്പിക്കാറില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അതാണ്. എവിടെ കൊണ്ടുപോയാലും ആ മക്കളെ പഠിപ്പിക്കേണ്ടത് അദബാണ്. കാരണം ഈ മക്കൾ എന്നെന്നും അത് ഓർത്തിരിക്കും. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും, ഒരുപാട് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ സംസ്കാരം പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിവിടെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ട്, ശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഗൗരവത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഇസ്ലാമിൽ വൃത്തിയുടെ സ്ഥാനം ഒന്നാമത് തന്നെയാണ്. സഹാബിമാരെ വിളിച്ചിരുത്തിയിട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വൃത്തിയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രദേശത്ത് ഒരു മാതൃകാ സമൂഹമായിട്ട് മാറേണ്ടതാണ്. മാതൃകാ സമൂഹമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രതിനിധികളായിട്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ പ്രകാശിപ്പിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഇപ്രകാരമാണ്: വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. അള്ളാഹുവിൻ്റെ ദീനിനെ മറച്ചു വച്ചു, അള്ളാഹുവിൻ്റെ ദീനിനെ മൂടി വച്ചു, അള്ളാഹുവിൻ്റെ ദീനിനെ വികലമാക്കി. അതിനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട്? ഇത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: എൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ വികലമാകുന്നുണ്ടോ? ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനെ മറച്ചു വയ്ക്കുന്നുണ്ടോ? ഈ മറച്ചു വയ്ക്കൽ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത്, സത്യമൊക്കെ മനസ്സിലാക്കിയ ശേഷവും ഞാൻ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മോശമായി സംസാരിക്കുക. ഇതാണ് ഒരു മറച്ചുവയ്ക്കൽ. രണ്ടാമത്തെ മറച്ചുവയ്ക്കൽ, ഞാൻ മുസ്ലിമായിരിക്കെ ഇസ്ലാമിനെ അനുധാവനം ചെയ്യാതെ ഏതെങ്കിലും ചില കാര്യത്തിൽ മാത്രം, ഒരുപക്ഷെ നമസ്കാരത്തിൽ മാത്രം, അല്ലെങ്കിൽ താടിയിൽ മാത്രം, അല്ലെങ്കിൽ തൊപ്പിയിൽ മാത്രം, അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിൽ മാത്രം, ബാക്കി എൻ്റെ കൾച്ചർ, എൻ്റെ സംസ്കാരം, എൻ്റെ വീടകം, അങ്ങനെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവിടെയൊന്നും എൻ്റെ കച്ചവടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ ഇല്ല, എൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ ഇല്ല. ഞാൻ നമസ്കരിക്കുന്നു, വീട്ടിൽ പോകുന്നു, എനിക്ക് താടിയുണ്ട്, തൊപ്പിയുണ്ട്, ബാക്കി എവിടെയും അള്ളാഹുവിൻ്റെ ദീൻ ഞാൻ പിൻപറ്റുന്നില്ല. ഇതങ്ങനെ. അപ്പോ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ, ഇദ്ദേഹത്തെ നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഇതാണ്, ഇങ്ങനെയുള്ളവരാണ് മുസ്ലിങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങൾ, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ ചോദ്യമാണ്: നിങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ മാത്രം അനുസരിക്കുന്നു, ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ധിക്കരിക്കുന്നു. അങ്ങനെയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ശിക്ഷയാണ്. ഇഹലോകത്ത് തന്നെ വളരെ മോശമായ അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളപ്പെടുകയും ചെയ്യും. ഇത് ഖുർആനിലെ ആയത്താണ്. അപ്പൊ ചില കാര്യങ്ങളെ അനുസരിക്കുക, ചില കാര്യങ്ങളെ വിശ്വസിക്കുക, ചില കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിനെ മറച്ചു വയ്ക്കൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിനെ വികലമാക്കരുത് നമ്മുടെ ജീവിതം കൊണ്ട്. ഇസ്ലാം സുന്ദരമായ ഒരു ഐഡിയോളജിയാണ്, അതിസുന്ദരമായ ഐഡിയോളജിയാണ്. ഇസ്ലാമിന്റെ അത്രയും പോകുന്ന ഒരു ആദർശത്തെ, ഒരു മതത്തെ ലോകത്ത് വേറെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അഗാധമായ ഗവേഷണം നടത്തിയവരൊക്കെ പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ചിന്തകനായിരുന്ന ബെർണാഡ് ഷാ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ദ ജെനുവിൻ ഇസ്ലാം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്:
മുസ്ലിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾ അവരുടെ മതത്തെ യഥാർത്ഥ രൂപത്തിൽ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നു, ഞാനിതാ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു, ഈ ലോകത്ത് പീസ് ആൻഡ് ജസ്റ്റിസ്, സമാധാനവും നീതിയും പുലരുക തന്നെ ചെയ്യും. ഇതാരോടാണ് അദ്ദേഹം പറഞ്ഞത്? ലോകത്തുള്ള മുസ്ലിം സമുദായത്തോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ അനുധാവനം ചെയ്യുന്നുവെങ്കിൽ, ഇതാരാണ് പറയുന്നത്? മതങ്ങളെ സംബന്ധിച്ച് താരതമ്യ പഠനം നടത്തി യഥാർത്ഥ മതത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ, ചിന്തയിൽ ആഴത്തിൽ പഠനം നടത്തിയ ചിന്തകനായിരുന്ന ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പക്ഷെ മുസ്ലിങ്ങൾ അത് പിൻപറ്റുന്നില്ല. ലോകത്ത് എന്തുകൊണ്ട് ശാന്തിയില്ല? ലോകത്ത് എന്തുകൊണ്ട് സമാധാനമില്ല? മുസ്ലിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിനെ പിൻപറ്റുന്നില്ല. യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റുന്നില്ല. പിൻപറ്റിയിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു വാക്ക് ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ അഥവാ ഇസ്ലാം, അദ്ദേഹം യൂറോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അടുത്ത 100 വർഷത്തിന്റെ ഉള്ളിൽ യൂറോപ്പിനെ കീഴടക്കുന്ന ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇസ്ലാം, അത് ഇസ്ലാമാണ്. പക്ഷേ മുസ്ലിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിനെ പിൻപറ്റണം. ഇസ്ലാമിൽ അടങ്ങിയിട്ടുള്ള സകലമാന കാര്യങ്ങളെയും അംഗീകരിക്കണം. ആ ഇസ്ലാമിനെ അവർ ഫോളോ ചെയ്യുന്നുവെങ്കിൽ അടുത്ത 100 വർഷത്തിന്റെ ഉള്ളിൽ ഇംഗ്ലണ്ട് അടക്കം യൂറോപ്പ് അടക്കം ഇസ്ലാമിന്റെ കീഴിലേക്കാണ് വരാൻ പോകുന്നത്. ദ ജെനുവൻ ഓഫ് ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ കൃതി വായിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിശുദ്ധിയെ നമ്മൾ അടയാളപ്പെടുത്തുക. നമ്മൾ ഇസ്ലാമിന്റെ പ്രതിനിധികളാവുക. നമ്മൾ ജീവിക്കുന്ന നാട് ഏതാണോ, നമ്മൾ ജീവിക്കുന്ന പ്രദേശം ഏതാണോ, ആ പ്രദേശത്ത് ഇസ്ലാമിനെ അനുധാവനം ചെയ്ത് മറ്റുള്ളവർക്ക് ജീവിക്കുന്ന സാക്ഷികളായി മാറുക. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. എന്നിലൂടെ ഇസ്ലാം വികലമാകാൻ പാടില്ല, എന്നിലൂടെ ഇസ്ലാം മോശമാകാൻ പാടില്ല. അത് വ്യക്തിപരമായി ഞാൻ, എൻ്റെ കുടുംബാന്തരീക്ഷം എല്ലാത്തിനെയും ചുറ്റപ്പെടുത്തി കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഉത്തമ സമൂഹം, മാതൃകാ സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അതേ രൂപത്തിൽ, ആ രൂപത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ വിവാഹങ്ങളെ, ആഘോഷങ്ങളെ ക്രമീകരിക്കണം. നിങ്ങൾ വാർത്ത വായിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, അത് ഏത് ജില്ല ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊരു പക്ഷേ അറിയാം. പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഇനി വിവാഹം ഇങ്ങനെ നടത്തിയാൽ, ഇനി ഇതുപോലെ ആർഭാടത്തോടെ ആഘോഷത്തോടെ വിവാഹം നടന്നാൽ ആ വിവാഹം നടത്തുന്ന കുടുംബത്തിനെതിരെ പോലീസ് കേസ് വരും, ആദായ നികുതി വകുപ്പ് കേസെടുക്കും എന്ന് പോലീസ് പറയണമെങ്കിൽ ഈ സമുദായം എവിടെ എത്തി? ഈ സമുദായത്തിന്റെ മാതൃക എവിടെയാണിപ്പോ? ആർഭാടത്തിലും ആഘോഷത്തിലും വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ വധൂവരന്മാർ, അവരെ നയിക്കുന്നവർ, അവരിങ്ങനെ അഴിഞ്ഞാടുകയാണ്. ഒരു കൾച്ചറില്ലാത്ത സമുദായമായിട്ട് ഈ സമുദായം അധപ്പതിക്കുന്നു. പോലീസ് പറയുന്നു, പള്ളി കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുന്നു, മഹല്ല് കമ്മിറ്റിയോട് പറയുന്നു, നിങ്ങൾ ഇപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പള്ളി കമ്മിറ്റിക്കെതിരെ കേസെടുക്കേണ്ടി വരും. അതേപോലെ വരനെതിരെ കേസെടുക്കേണ്ടി വരും, വധുവിൻ്റെ ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഷ്ടപ്പെട്ട് നട്ട് നനച്ചു വളർത്തിയെടുത്ത വിശുദ്ധിയുടെ ആദർശം സമൂഹത്തിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ നമുക്കതിൽ വേദനയുണ്ട്. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ച പോരായ്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു കാന ഗഫൂറുർ റഹീം.